50 വർഷം പിന്നിടുന്ന വട്ടംകുളം അമ്പിളി കലാസമിതിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഒക്ടോബർ 5-ന് തുടക്കം കുറിക്കും. അമ്പിളിക്ക് 50 എന്ന പേരിലാണ് ആഘോഷങ്ങൾ നടത്തുന്നത്. നാടകം, സംഗീതം, നൃത്തം തുടങ്ങി മറ്റ് ഇതര കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ 1975-ൽ വട്ടംകുളത്തെ നാടക പ്രവർത്തകരുടെയും സഹൃദയരുടെയും കൂട്ടായ്മയിൽ രൂപം കൊണ്ട അമ്പിളി കലാസമിതിയുടെ പ്രവർത്തനങ്ങൾ 50 വർഷം പിന്നിടുന്ന അവസരത്തിൽ നിരവധി പരിപാടികൾക്കാണ് സംഘാടകർ രൂപം കൊടുത്തിട്ടുള്ളത്. നിരവധി പ്രതിഭാധനരെ മലയാളക്കരയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് പ്രവർത്തകർ. അമ്പിളി കലാസമിതിയെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 50 വർഷമായി വട്ടംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് വട്ടംകുളം ഗ്രാമീണ വായനശാലയും അമ്പിളി കലാസമിതിയും ചേർന്ന ഈ സാംസ്കാരിക സമുച്ചയം. 1975-ലാണ് ഈ കലാസമിതി രൂപീകരിക്കപ്പെട്ടത്. അക്കാലത്ത് വായനശാലയാണ് ആദ്യം തുടങ്ങിയത്. വായനശാലയോട് ചേർന്ന് 2 വാടക കെട്ടിടങ്ങളിലായിട്ടാണ് ഈ 2 സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചത്. അമ്പിളി കലാസമിതി സംഗീതോപകരണങ്ങൾ പഠിപ്പിക്കുക, സംഗീതം പഠിപ്പിക്കുക, നൃത്തം പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതിനെ ചെയ്തു പോന്നിട്ടുണ്ട്. കേരളത്തിലെ കലാസമിതി പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് ചെയ്തത് ജാതി, മത, വർണ്ണവർഗ, ലിംഗഭേദം ഏതുമില്ലാത്ത മനുഷ്യ സമൂഹത്തെ കലയിലൂടെയും സംസ്കാരത്തിലൂടെയും വാർത്തെടുക്കുകയാണ്. അമ്പിളിക്ക് 50 എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഒക്ടോബർ 5-ന് വട്ടംകുളം CPN UP സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയോടെ തുടക്കം കുറിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം KT ജലീൽ MLA നിർവഹിക്കും. ആദ്യകാലത്ത് ഈ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ ഇന്നേ വരെ ഈ കലാസമിതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കലാസമിതിയാണ്. ആദ്യം വാടക കെട്ടിടത്തിലാണ് ഈ കലാസമിതി പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് 2006-ൽ നമ്മുടെ യശശരീരനായ നമ്പീശൻ മാഷ് ഞങ്ങൾക്ക് സമ്മാനിച്ച ഈ സ്ഥലത്ത്, സൗജന്യമായി സമ്മാനിച്ച ഈ സ്ഥലത്ത് ഈ സമിതിക്ക് വേണ്ടി, വായനശാലയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ തറക്കല്ലിടുകയുണ്ടായി. അത് നിർവഹിച്ചത് നമ്മുടെ വലിയ നാടക പ്രവർത്തകനായിരുന്ന പുത്തുള്ളി നാരായണ നമ്പൂതിരിയാണ്. പിന്നീട് ഈ ബിൽഡിംഗ് കയറി അത് ഉദ്ഘാടനം ചെയ്തത് മഹാകവി അക്കിത്തമാണ്. അങ്ങനെയുള്ള മഹാരഥന്മാരുടെ സാംസ്കാരിക ഘോഷയാത്ര, നാടകം, പാട്ടുത്സവം, സ്വരമേളം, ഫിലിം ഫെസ്റ്റിവൽ, നാട്ടുവേല, താളമേളം, വർണ്ണമേളം, നൃത്തോത്സവം, നാടകോത്സവം തുടങ്ങിയ നിരവധി പരിപാടികളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 5-ാം തീയതി ഒരു സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഘോഷയാത്രയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവതരിപ്പിച്ച നാടകങ്ങളുടെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വരച്ച്, നമ്മൾ കുറേ ആർട്ടിസ്റ്റുകളെ സമീപിച്ച് അവരെ കൊണ്ട് ഞങ്ങൾ കളിച്ച നാടകങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന രീതിയിൽ കുറേ പോർട്രേറ്റുകൾ വരപ്പിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ നാടൻ കലകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ഇതിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചെയർമാനായിട്ടുള്ള ആലങ്കോട് ലാഷിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ MLA KT ജലീൽ നമ്മുടെ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്നത്തെ ചീഫ് ഗസ്റ്റ് ഈ വർഷത്തെ പ്രശസ്ത സിനിമാ നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ടീച്ചറാണ്. ടീച്ചറുടെ ഒരു ഏകപാത്ര നാടകം. തുടക്കം മുതൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അമ്പിളി കലാസമിതി 2006 മുതൽ സ്വന്തം കെട്ടിടത്തിൽ ഗ്രാമീണ വായനശാലയടക്കമുള്ള സൗകര്യങ്ങളോടെ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു വരികയാണ്. പുതുതലമുറയെ കലാസമിതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ആഘോഷിക്കുന്ന പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ, E ശങ്കരൻ, P കുമാരൻ, PV നാരായണൻ, TV ജയപ്രകാശ്, PN ദിവാകരൻ, E ചന്ദ്രശേഖരൻ, C വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.